എന്ന് ചെയ്താൽ വളരെ സൈലൻ്റായി ഇങ്ങനെ തളർന്നു കിടന്നു. അത് നമുക്കറിയാൻ പോയി. നമ്മളെന്തായാലും ജപിച്ച് വെള്ളം എന്തെങ്കിലും കൊടുക്കും. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയോ അവനവൻ്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് വേറെ ആളെ ദ്രോഹിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ അത് തിരിച്ചു വരും. 100% ഉറപ്പുള്ള കാര്യമാണ്. മഹിഷാസുര മർദ്ദിനി അല്ലേ? അപ്പൊ ഭദ്രകാളിയുടെ കഥയെന്ന് പറയാമോ? മനുഷ്യനെ മർദ്ദിച്ച് കൊന്നിട്ട് വന്നിട്ട് എല്ലാ പ്രപഞ്ചത്തിലുള്ള ദുഷ്ടശക്തികളെ നിഗ്രഹിച്ച് വരുമ്പോൾ കോപം, ഭദ്രകാളിയുടെ കോപം മാറുന്നില്ല. ഈ കോപം മാറുന്ന എല്ലാവരും പരമശിവനോട് പോയി അഭ്യർത്ഥിക്കുകയാണ്, മഹാദേവനോട് പോയി പറയുകയാണ് ഈ കോപം ഒന്ന് ശമിക്കണം, ഭൂലോകം അവസാനിക്കാൻ പോകണമെന്ന് പറയുമ്പോഴാണ് ഇവർ വരണ വഴിയിൽ പരമശിവൻ മലന്ന് കിടക്കണം. അറിയാണ്ട് കാലെടുത്ത് നെഞ്ചത്ത് ചവിട്ടുമ്പോൾ മേലാകെ ഒരു തണുപ്പ് വരിക. തണുപ്പ് വരുമ്പോൾ നോക്കുമ്പോഴാണ് അച്ഛനാണ്. അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോഴാണ് പറയണേ, എന്നെ ആരാധിക്കുന്ന എല്ലാവർക്കും, ഏതാണ് ഇപ്പം ചണ്ടാളനായാലും എന്തായാലും ആരായാലും എന്നെ ആരാധിക്കണവർക്കൊക്കെ ഞാൻ സംതൃപ്തിയാണ്, അല്ലാണ്ട് ഇന്നത് വേണമെന്നൊന്നുമില്ല. അതുപോലെ ഏത് ഭക്ഷണം അതും കൂടി ഒന്ന് നോ, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. ബ്രാഹ്മണരുടേതായിട്ട് അവർ കഴിക്കുള്ളൂ. പക്ഷെ നമ്മൾ മത്സ്യമാംസാളുകൾ കഴിക്കാനുള്ളത്, ഒരു മത്സ്യം അല്ലെങ്കിൽ മാംസം കഴിച്ചിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് പോയി ഉള്ളിൽ നിന്ന് പോയി. അത് പിന്നെ ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ ശരിയായി. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പൂജ ചെയ്യാം. ഞാൻ ആ തത്വത്തിൽ വിശ്വസിക്കുന്നതാണ്. അമ്പലത്തിൽ പോകണമെന്നോ അമ്പലത്തിൽ പോയി ഇന്ന് നമ്മൾ വിഗ്രഹത്തെ തൊഴുതും വന്നിക്കണമെന്നോ ഒന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല. നമുക്ക് മൈൻഡ് ശരിയാണോ, നമ്മൾ വീട്ടിലിരുന്നാലും നമ്മൾ ഭഗവാനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടാവും. അല്ല, പലരും ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം എന്നല്ലേ പറയുന്നത്? അതുകൊണ്ട് ഈ നോൺ വെജ് ഒഴിവാക്കി വെജിറ്റേറിയൻ. നോൺ വെജ് ഒഴിവാക്കണം നല്ലത്. കാരണം പറയാം, ഇതിൽ ക്രിസ്ത്യൻസ് ആരും ഇല്ല ഇരിക്കണേൽ. അല്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതെ, ഈ നോൺ വെജ് കഴിക്കുമ്പോൾ എന്താണെന്ന് കഴിയുമ്പോൾ ഈ ഒരു മൃഗീയ സ്വഭാവം മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെടും. അത് കറക്റ്റാണ്. അത് മുട്ടയൊന്നും കഴിച്ചാൽ അങ്ങനെയൊന്നും വരില്ല. ഈ എന്താ ബീഫ് അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ആ ഒരു സ്വഭാവം വരും, ആ ക്യാരക്ടർ വരും അവൻ്റെ ഉള്ളിൽ. മനുഷ്യനെ ഹിംസിക്കണം എന്നുള്ള ഇത് അതുകൊണ്ടാണല്ലേ? അതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് ഭദ്രകാളി ആർക്ക് വേണമെങ്കിൽ ഭദ്രകാളി ഭജിക്കാം. അപ്പോൾ ശരിക്കും ഈ ഭദ്രകാളി പൂജയുടെ ഇടയിലാണോ ഈ ആവാഹനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ആവാഹനം ചെയ്യുമ്പോൾ അത് കയറിയത് ഏതാണെന്ന് നമ്മൾ നോക്കണം. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റേതായത് ഏത് മൂർത്തിയാണ് കയറിയേക്കണേന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ മൂർത്തിക്ക് നമ്മൾ സംതൃപ്തിയാക്കാനുള്ള മന്ത്രങ്ങളും ഇതും ജപിച്ച് അപ്പോൾ തൃപ്തിയായി കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പം മറ്റേ ബാധ കയറിയ സ്ത്രീ കറക്റ്റായിട്ട് അത് കാണിക്കും. അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? അങ്ങോട്ട് അടുത്തേക്ക് വന്ന ഏതെങ്കിലും കേസുകൾ അങ്ങനെ അങ്ങ് പോയി ചെയ്തത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇത് ചെയ്താൽ വളരെ സൈലൻ്റായി ഇങ്ങനെ തളർന്നു കിടന്നായിരുന്നു. അപ്പോൾ നമുക്കറിയാൻ പോയി. നമ്മളെന്തായാലും ജപിച്ച് വെള്ളം എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഓക്കെ ആവും. പിന്നെ ഈ ആവാഹിച്ചതിനെ പിന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ആവാഹിച്ചിട്ട് നോക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ പുഴയിൽ ഒഴുക്കണ്ടെങ്കിൽ പുഴയിൽ ഒഴുക്കും. ചിലപ്പോൾ എവിടെ മറ്റേ ചോറ്റാനിക്കരെ കൊണ്ട് ഭണ്ണാരത്തിലിടേണ്ടതിനാണെങ്കിൽ ഭണ്ണാരത്തിലിടും. അങ്ങനെ ഒക്കെയാണ് ചെയ്യണം. അമ്പലം പിന്നെ അവിടെ അവരെന്താണ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ? അതവരെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് വെള്ളി സ്വർണ്ണമൊക്കെ കിട്ടണമെങ്കിൽ അവർ തൂക്കി വെക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് അമ്പലത്തിൽ മുതൽ കൂട്ടാക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നും അവർ കീപ്പ് ചെയ്ത് വെക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ആവഹിച്ചൊരു കാര്യം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അതറിയാതെ മറ്റുള്ളവർ തൊടുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അറിയാതെ, അതായത് മറ്റൊരാൾ അറിയാതെയാണ് ഇപ്പോൾ ഈ ആവാഹിച്ച് കൊണ്ടുവച്ചതാണ്. ഈ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആണി അടിച്ച് വെക്കുക എന്നൊക്കെ പറയുന്നത്. അത് വലിച്ചു വരുമ്പോൾ ബാധ നമ്മളിലേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? അതിൽ വിശ്വസിക്കണില്ല. നമ്മുടെ നമ്മൾ ഒഴിച്ചു, നമ്മൾ പാലയില ആണി അടിച്ച് വച്ചു, അത് അവതോടുകൂടി ലയിച്ചു. പിന്നെ ആണി ഊരിന്ന് വെച്ച് നമ്മുടെ മേത്ത് എങ്ങനെ കയറണം? അങ്ങനെയൊക്കെ കാണാറുണ്ട്. മറ്റേ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തർ പറയുന്ന കാര്യം ജനത്തിന് എന്തും പറയാമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കച്ചവട മനസ്ഥിതിയോടുകൂടി കാണുന്നവരുണ്ട്, അല്ലാത്ത അവരത് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണവരുണ്ട്. കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യണവർക്ക് ഇതൊക്കെ ആവും.
അവർക്ക് പൈസ മാത്രം കിട്ടിയാൽ മതി. പക്ഷെ മറ്റവന് നമ്മുടെ അടുത്തിരിക്കുന്ന ക്ലയൻറ്റിന് അത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുക്ക വരാം, റേറ്റ് പറയുക. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാധ ഒഴിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 20,000 ചിലവനുസരിച്ച് ഒരു 20,000 25,000 പറയും. മാക്സിമം അതിനകത്ത് കൂടി വന്ന ഒരു 10,000 രൂപ കൂടുതൽ ചിലവ് വരില്ല. പിന്നെ അവനിത് കഴിഞ്ഞാൽ മദ്യം കഴിക്കണം, ഇത് കഴിക്കണം, ഇതൊക്കെ അവർ വാങ്ങിച്ചു കൊടുക്കണം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ഇതാണ് അവനെ കാശ് വാങ്ങിക്കണം. അതാണ് ഇതിനുള്ള വ്യത്യാസം. ശരിക്ക് ഉപാസകനാണ്, മന്ത്രവാദിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണ എത്രയാണെന്ന് വെച്ചാൽ പറയാം. അതല്ലാണ്ട് വിട്ടൊരു 10 പൈസ കൂടുതൽ വാങ്ങാൻ പാടില്ല, ഗുണം കിട്ടില്ല. കാശ് വാങ്ങി ചെയ്യുന്നതിന് ഒട്ടും ഗുണം ഉണ്ടാവില്ല. ഒട്ടും ഗുണം ഉണ്ടാവില്ല. കാശ് വേണം, ചിലവായ കാശ് വാങ്ങിക്കണം. നമ്മൾ തകിട് എഴുതാൻ പോയി, അപ്പം നമ്മളിരുന്ന് ബുദ്ധിമുട്ടുന്നതിൻ്റെ ഒക്കെ കാൽക്കുലേഷൻ നടത്തിയിട്ട് അത് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ നമ്മുടെ അധ്വാനത്തിന്റെ ഫലം വാങ്ങുക. അതാണ്. അല്ലാണ്ട് നമ്മൾ കൂടുതൽ കാശ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇത് അത് ഗുണം ചെയ്യില്ല. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിയോ അവനവൻ്റെ ഇഷ്ടപ്രകാരം അല്ലാണ്ട് വേറെ ആളെ ദ്രോഹിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ അത് തിരിച്ചു വരും. 100% ഉറപ്പുള്ള കാരണം അത്. ഒരു വ്യക്തിക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് തിരിച്ചു വരും. അതുപോലെ ഈ ആവാഹന കർമ്മങ്ങൾ ശരിക്കും അമ്പലങ്ങളിൽ, അതായത് ചില ശക്തികളെ മറ്റൊരു സ്ഥലത്തേക്ക് ഈ കുടുംബക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാവോ? ഒരുപാട് തന്ത്രിമാരൊക്കെ ഇരുന്ന് ചെയ്യുന്ന പണിയല്ലേ അതെന്താണെന്ന്. അത് അവർ ഒരുപാട് തന്ത്രിമാർ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ, ഈ സർപ്പത്തിനെ കൊഴിപ്പിക്കണം അങ്ങനെ ടൈപ്പല്ലേ പറഞ്ഞത്. അതെ അതെ, എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് സംശയങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചത്. അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം അതെങ്ങനെയാണെന്ന്, എത്ര സമയം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്? അതൊരു 3-4 മണിക്കൂർ എടുത്തില്ലേ? അതെ അതെ, രാവിലെ തുടങ്ങി കുറേ നേരം എടുത്തു. അതാ ഞാൻ ചോദിച്ചത്. അത് എല്ലാ കർമ്മങ്ങളും അതിൻ്റെ വിധി പ്രകാരം ഇതിൻ്റെ തൃപ്തിയായിട്ട് മാത്രമാണെങ്കിൽ അവർക്ക് അവരെ സംതൃപ്തി അറിയിച്ചാൽ മാത്രം രാശി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തൃപ്തിയാണെന്ന് പറയും. എന്നിട്ട് മാത്രം അതെടുത്ത് കൊണ്ടുപോകുള്ളൂ. പിന്നീട് ആ ചൈതന്യം അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കണം. പിന്നീട് ചൈതന്യം വരാൻ വഴിയില്ല, അത് അവിടുന്ന് വേറെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. അല്ല, അതുപോലെ ഒരു ദേവത പിന്നെ നിങ്ങൾ അവിടെ വിളക്കൊക്കെ വെച്ച് പൂജിക്കാറുണ്ടോ? പിന്നീട് മണ്ണാശാലയിലേക്ക് പിന്നെ വിളക്ക് വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണല്ലേ. നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കാൻ പോവാണ്. അപ്പം ആ വീട് വയ്ക്കാൻ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചൈതന്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് അവിടുന്ന് തകിടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ എന്താണ് നെക്സ്റ്റ് ചെയ്യുക? പോയി നോക്കിക്കണം. നോക്കിച്ച് കഴിഞ്ഞിട്ട് ആ തകിട് കൊണ്ട് പുഴയിൽ എവിടെയെങ്കിലും കൊണ്ട് ഒഴുക്കി കളയണം. പിന്നെ നമ്മളത് ശുദ്ധി ചെയ്യണം, സ്ഥലം ശുദ്ധി ചെയ്യണം. ഈ ശുദ്ധി ചെയ്യുക എന്ന് പറയുമ്പോൾ മണ്ണ് മുഴുവൻ മാറ്റുക അങ്ങനെയാണോ? അല്ല, പിന്നെ എങ്ങനെയാണ്? തീർത്ഥം തളിക്കുക, വേറെ എന്തെങ്കിലും ജപിച്ച് പൂജാരി ജപിച്ച് തരുന്ന എന്തെങ്കിലും കൊണ്ട് അവിടെ ഇവിടെ. അല്ലാതെ നമ്മൾ മണ്ണ് കിളച്ച് ഒന്നും ചെയ്യണ്ട, ഒന്നുമില്ല. പെര വയ്ക്കാൻ മണ്ണ് കളയ്ക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അല്ല, ഈ മണ്ണ് അരിക്കുക അല്ല, നമ്മൾ ഇപ്പം എവിടെ വീട് വെച്ചാലും ഡെഡ് ബോഡിയുടെ അംശമില്ലാത്ത ഒരു സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാര്യം പറയാം, പണ്ട് എല്ലാം കുഴിച്ചിട്ടുള്ള സംവിധാനമല്ലേ. ഇപ്പം മനകളിൽ നിന്ന് സ്ഥലങ്ങൾ വാങ്ങിക്കാണ്, അമ്പലം മറ്റേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്നാണെങ്കിൽ നമ്മളൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചാൽ അവിടെയൊക്കെ ബോഡി ദഹിപ്പിച്ചിട്ടുണ്ടാവും. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അത് ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അതിനെ ഒന്നും ബാധകമല്ല. അല്ല, ഇങ്ങനെ അരിക്കണം, പിന്നെ എന്താ നെല്ല് വിതച്ച് പശുക്കളെ കൊണ്ട് തീറ്റിക്കണം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊക്കെയാണ്. ഞാനിതിൽ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഇതിനോടൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല. പഞ്ചഗവ്യം അങ്ങനെയൊക്കെ എന്തൊക്കെയോ തളിക്കണൊക്കെ നല്ലത്. പക്ഷെ അതൊക്കെ തളിച്ച് അവിടെയുള്ള ഇത് പോകുന്നോ അല്ലെങ്കിൽ ആ ചൈതന്യം അവിടെ ഉള്ളതെന്ന് ഭഗവാൻ എന്ത് നിശ്ചയിച്ചിട്ടുണ്ട് അതേപോലെ ഈ പ്രപഞ്ചത്തിൽ നടക്കുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും പേരുവിട്ട് പോയാലും കാവ്യശ്രീക്ക് ഇപ്പം എന്താ ജീവിതത്തിൽ സംഭവിക്കാൻ പോകണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കുക തന്നെ നിർത്തിയുള്ളൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ തകിടി ജപിച്ചു തന്നിട്ടോ ഇത് ജപിച്ചു തന്നിട്ടോ നിങ്ങളുടെ തലവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. ഫ്രാങ്കായിട്ട് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞതാണ്, മാറ്റാൻ പറ്റില്ല. അത് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. നന്ദി. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ജയപ്രകാശ് ഗുരുക്കളുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ
ബന്ധപ്പെടുക. ശ്രീ ജയപ്രകാശുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.